ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചില്ലി എഗ് റോസ്റ്റാണ്. നമുക്കിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. മുട്ട പുഴുങ്ങിയിട്ടും ഡയറക്റ്റ് പൊട്ടിച്ചൊഴിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 2 ഏലക്ക, 2-3 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, അതും നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ചെറിയ മുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ വെള്ളമൊന്നും ചേർക്കല്ല, വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഭയങ്കരമായിട്ട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ട് വെളുത്തുള്ളിയൊക്കെ കാണണം, ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളക് 2 ആക്കി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ തൂളി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മസാല അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. നമുക്കിനി മുട്ടയൊന്ന് മൂടി വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്ക്, ഒരു പകുതി തന്നെ ആകണ്ട, അതിനുമ്പാടെ തന്നെ നമുക്ക് ഈ മുട്ടയൊന്ന് തിരിച്ചിടണം. മുട്ട തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. മസാലയായിട്ട് അവസാനം നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഇളക്കാനുള്ളതാണ്. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്ത് പോകരുത്. നമ്മൾ വേവിക്കുമ്പോൾ ഒത്തിരി ഹാർഡായി പോയി കഴിഞ്ഞാൽ നമ്മൾ മസാലയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മസാലയൊന്നും പിടിക്കത്തില്ല, നല്ലൊരു ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇന്ന് പൊട്ടിച്ചെടുക്കണം. ഇതുപോലെ ഇച്ചിരി ഹാർഡായിപ്പോയി, അതുകൊണ്ടാണ് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് മസാല, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് അതിൻ്റെ ആ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മുട്ടയായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടി ഇളക്കി ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് പൊടിച്ചെടുക്കുക. തീരെ പൊടിയായിട്ട് പോകരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കാണുകയും വേണം. നമുക്ക് ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കൂടെ നമുക്ക് ഈ മസാല വഴറ്റുന്ന കൂട്ടി ചേർക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചില്ലി എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ എന്നും ഒരേ രീതിയിൽ മുട്ട കഴിക്കാതെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാകും. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര എരിവായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ വേറൊരു ഐറ്റവുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.